ഹായ് ഗായ്സ്, ടെർമിനലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കിടിലം പ്രോഗ്രാമാണ് DDGR. DuckDuckGo എന്ന സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് സെർച്ച് നടത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക sudo apt install DDGR. ഓക്കെ, അപ്പോൾ DDGRൻ്റെ കൂടെ വേറൊന്നും കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, Xclip. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ശേഷം എൻ്റർ കൊടുക്കാം. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തെന്നും പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആദ്യം അടിക്കേണ്ടത് ഈ കമാൻഡാണ് കേട്ടോ, DDGR എന്ന് അടിക്കുക. ഓക്കെ, ശേഷം എന്തിനെ പറ്റിയാണ് സെർച്ച് ചെയ്യുന്നത് ആ വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പം ഞാൻ എലിഫാൻറ്റിനെ പറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം ഞാൻ എലിഫാൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് കേട്ടോ, എലിഫാൻറ്റ്. ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 10 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ടും താഴോട്ടൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, 10 റിസൾട്ട് എലിഫാൻറ്റിനെ പറ്റി വന്നിട്ടുണ്ട്, കാണിച്ചിരിക്കുന്നുണ്ട്. കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ DDGR എന്നും പറഞ്ഞുകൊണ്ട് ചോദ്യചിഹ്നം കൊടുത്ത് ഫോർ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ വാക്കുകളൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് വേറെ കുറേ മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം. അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും? എല്ലാ റിസൾട്ടിൻ്റെയും ഇടത് ഭാഗത്തായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്യണം? താഴെ വന്നിട്ട് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പം എനിക്ക് വേണ്ടത് ഇപ്പോൾ ഒന്നാമത്തെ വിക്കിപീഡിയ എന്ന് പറയുന്ന സൈറ്റിൽ കണ്ടെത്തിയ ഒരു റിസൾട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും? ഒന്നൊന്ന് ടൈപ്പ് ചെയ്യാം, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ബ്രൗസറിനകത്ത് ഓപ്പണായി വന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ റിസൾട്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യേണ്ടത്, അതിൻ്റെ നേരെയുള്ള ആ നമ്പർ, ഇടത് സൈഡിൽ കാണുന്ന നമ്പർ എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇപ്പം ഈ റിസൾട്ട് പോരാ എന്ന് തോന്നിയെങ്കിൽ കൂടുതൽ റിസൾട്ട് വേണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, അതായത് അടുത്ത പേജിലേക്ക് പോകണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. കീബോർഡിൽ N ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത കുറച്ച് റിസൾട്ട് നമുക്ക് ഇവിടെ 10 കാണിക്കുന്നതായിരിക്കും. വേണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇനി ഇതും പോരായെങ്കിൽ ഒന്നുകൂടി N എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറേ റിസൾട്ട് ഉള്ളത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ കുറേ റിസൾട്ട് കാണിക്കുന്നുണ്ട്, വേണ്ടല്ലേ. ഓക്കെ, ഇനി ഇത് വേണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ടാണ് വേണ്ടെങ്കിലോ P എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ഇനി ഇതൊന്നും അല്ല, ആദ്യം കാണിച്ച റിസൾട്ടാണ് വേണ്ടതെങ്കിൽ F എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. അപ്പം ആദ്യം കണ്ട റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു റിസൾട്ടിൻ്റെ URL കോപ്പി ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ kidsnationalgeography.com എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ URL എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇടത്ത് സൈഡിലുള്ള നമ്പർ ഏതാണ്? 7 അപ്പം ഇത്രയുള്ള കാര്യം C എന്ന് ടൈപ്പ് ചെയ്തിട്ട് 7 എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല, പക്ഷേ കോപ്പി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാണ്ടില്ലേ, ഫയർഫോക്സിനകത്ത് വന്ന് എന്താണ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പേസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ URL വന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനകത്തോ അതേപോലെ തന്നെ ആ കോപ്പി ചെയ്തത് എന്താണ് പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോപ്പിക്ക് വേണ്ടിയാണ് നമ്മൾ Xclip എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇററായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ കണ്ടോ, ഡൊമൈൻ നെയിം മാത്രമാണ് കാണിക്കുന്നത്, ഫുൾ URL കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. X എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫുൾ URL നമ്മുടെ ടെർമിനലിനകത്ത് കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, റിസൾട്ടിൻ്റെ എല്ലാം ഫുൾ URL കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ. റൈറ്റ് ക്ലിക്ക് എടുത്ത് ഇങ്ങനെ കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ. ടെർമിനലിൽ വെച്ച് തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചോദ്യചിഹ്നം ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളതെന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ O എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടേക്കുന്നുണ്ടല്ലേ. ഇവിടെ O എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം 1 തൊട്ട് 5 വരെയുള്ള റിസൾട്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 ഹൈഫൻ ഇട്ടിട്ട് 5 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ 1 തൊട്ട് 5 വരെയുള്ള സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ,
അത്രേ ഉള്ളൂ. ഇനിയും ഇതിൽ നിന്ന് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ DDGRൻ്റെ ഒമിനി പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്, അതായത് DDGRനകത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? Q എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ 2 പ്രാവശ്യം എൻ്റർ കൊടുത്താലും എക്സിറ്റ് ആവുന്നതാണ്. പിന്നെ കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്താലും എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു പദം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിലോ DDGR എന്ന് ടൈപ്പ് ചെയ്യുക, സൺ എന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് 10 റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാ കണ്ടില്ലേ? ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ ഒമിനി പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ പുതിയൊരു പദം അടിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നാസ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നാസയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സെർച്ച് റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കാം, എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്യാം. ഇനി വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. DDGR എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് റിസൾട്ട് ഒരു സൈറ്റിൽ മാത്രം ഒതുക്കിയാൽ മതി. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം DDGR എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ അടിച്ചിട്ട് W അടിച്ചിട്ട് സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം കൊടുക്കുക. അപ്പം ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ instagram.com എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് എന്താണോ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ISRO എന്ന് അടിച്ചാണ് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മുടെ സെർച്ച് റിസൾട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ? ISRO instagram.com എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, മറ്റൊരു വാക്ക് കൊടുത്ത് സെർച്ച് കൊടുത്താലും അത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും സെർച്ചിങ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു സൈറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം DDGR എന്ന് അടിച്ചു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് സെർച്ചിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓപ്ഷനെ ബേസ് ചെയ്തായിരിക്കും ആ ഒമിനി പ്രോംപ്റ്റിനകത്ത് സെർച്ചിങ് എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക അത് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മുടെ സെർച്ച് റിസൾട്ട് സാധാരണ ഇത് 10 എണ്ണമല്ലേ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലിമിറ്റ് ചെയ്യാം, 5 എണ്ണം ആക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. DDGR എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് N ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് എത്രയാണോ ലിമിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് 6 എണ്ണം വരെ ലിമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട, ഒരു 5 എണ്ണം കാണിച്ചാൽ മതി റിസൾട്ട്. 5 എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് എന്താണോ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നാസ എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? 5 റിസൾട്ട് വരെ മാത്രമാണ് ഇവിടെ കാണിച്ചത്, കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 25 റിസൾട്ട് വരെ നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവന്ന് വെക്കാൻ പറ്റും കേട്ടോ. ഈ നമ്മളിപ്പോൾ അടിച്ച ഈ ഒരു റിസൾട്ടിന്, അതായത് DDGRനകത്ത് -N ഹൈഫൻ N. ഇപ്പോൾ ഹൈഫൻ മൈനസ് എന്നും പറയാം, അല്ലെങ്കിൽ മൈനസ് എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതി പറയാം കേട്ടോ. ഓക്കെ, എങ്ങനെയായാലും ഹൈഫൻ N അടിച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് 25 വരെയാണ് നമുക്ക് മാക്സിമം ഇങ്ങനെ സെർച്ച് റിസൾട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുകളിലോട്ട് നമുക്ക് നമ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം. ഓക്കെ, ഇനി സാധാരണ ഇതിൽ സേഫ് സെർച്ച് ഓൺ ആയിട്ടായിരിക്കും സെർച്ചിങ് നടത്തുന്നത്. ഇനി അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഓഫ് ചെയ്ത് സെർച്ച് നടത്തണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. DDGR എന്ന് അടിക്കുക, സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ അൺസേഫ് എന്ന് അടിക്കുക. ഓക്കെ, ശേഷം എന്താണോ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വാക്ക് ഇവിടോട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫയൽ ടൈപ്പാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടെ സാധ്യമാണ്. പക്ഷേ എല്ലാ ഫയലും ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നാസയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് PDF ഫയൽ എന്തൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ എളുപ്പമാണ്. DDGR എന്ന് ടൈപ്പ് ചെയ്യുക, വേവ് ലെങ്ത് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം, വേവ് ലെങ്ത്. ഓക്കെ, ശേഷം ഫയൽ ടൈപ്പ് എന്ന്, ഫയൽസ് ടൈപ്പ് അല്ല, ഫയൽ ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, കോളൻ ഇടുക, ശേഷം PDF എന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ആ വേവ് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് PDF ഫയൽ എന്തൊക്കെ കിട്ടും അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇതാ കണ്ടില്ലേ? ഓക്കെ, ഒരു PDF ഫയലാണിത്. ഇതിപ്പോൾ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു, അതായത് ഈ ഒരു റിസൾട്ടിൻ്റെ നേരെയുള്ള ഈ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫയർഫോക്സിനകത്ത് ഓപ്പണായി വരുന്നതായിരിക്കും. കണ്ടില്ലേ? PDF ഫയൽ ഓപ്പണായി വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുകയാണേ. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് അത്രയാണ് DDGRുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടോ, എന്തൊക്കെയാണെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.